രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരാണ് വിക്ടിംസ്. അവർ വിക്ടിം മൈൻഡ് സെറ്റ് പേഴ്സൺ എന്ന് നമ്മൾ അവരെ വിളിക്കും. അവർ ഇരകളാണ് എല്ലാത്തിൻ്റെയും. അവരെ സംബന്ധിച്ച് എല്ലാവരും അവർക്കെതിരെ എന്തൊക്കെയോ ചെയ്ത് അവരെല്ലാത്തിൻ്റെയും ഇരയായിട്ട് എല്ലാത്തിൻ്റെയും ഈ ഒരു നെഗറ്റീവ് സാധനം അനുഭവിച്ച് അഫക്റ്റ് ചെയ്ത് അവർ മൊത്തത്തിൽ തീർന്നു പോകുന്ന മനുഷ്യരാണ്. ചിലപ്പം അവരുടെ ഭാര്യ കാരണമാകാം, അല്ലെങ്കിൽ ഭർത്താവ് കാരണമാകാം, അതല്ലെങ്കിൽ അവരുടെ മാനേജർ അല്ലെങ്കിൽ ബോസ് കാരണമാവാം, അല്ലെങ്കിൽ ഈ സൊസൈറ്റി കാരണം, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് കാരണം, അല്ലെങ്കിൽ ഭാഗ്യം കാരണം, എനിക്ക് ഭാഗ്യമില്ല, അതല്ലെങ്കിൽ വിധി കാരണം, വിധിയുടെ ഇരയായി മാറിയിട്ടുള്ള ആൾക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർക്കെന്നും വിക്റ്റിമായിട്ട് ജീവിക്കാനാണ് അവർക്ക് താല്പര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിക്റ്റിമൈസ് ചെയ്ത് വരുന്ന ആൾക്കാരെ, ശരിക്കും 1-2 തവണ ഇങ്ങനെ വരുന്ന ആൾക്കാരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞാലും വർഷങ്ങളും കഴിഞ്ഞാലും ഈ വിക്റ്റിമായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർ. അപ്പോൾ ഇവർക്ക് ഒരിക്കലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും പരിഹാരമല്ല ഇതിന് വേണ്ടത്. നമ്മളിനിയും അവരുടെ പങ്ക്, അവരുടെ തെറ്റ്, അല്ലെങ്കിൽ അവരുടെ ഇറസ്പോൺസിബിലിറ്റി നമ്മളൊന്ന് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരൊരിക്കലും അതിന് തയ്യാറാവത്തില്ല. ഇവർ വീണ്ടും വിക്ടിമൈസ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരികയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പരിഹാരം അവർക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഈ പരിഹാരം അവർ ചെയ്യണമെങ്കിൽ അവർ വർക്ക് ചെയ്യണം, അവർ ജോലി ചെയ്യണം, അവർ ഇനിഷ്യേറ്റീവ്സ് എടുക്കണം, അവർ കുറച്ച് മെനക്കെടണം. അപ്പോൾ അവർക്ക് ഈ മെനക്കെടാനോ ജോലി ചെയ്യാനോ മുന്നോട്ട് പോകാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ലാത്ത അവസ്ഥയിൽ അവർക്ക് എന്താണ് ഏറ്റവും നല്ല കാര്യം? ഇങ്ങനെ വിക്റ്റിമായിട്ട് അങ്ങ് ജീവിക്കുകയാണ് നല്ലത്. ഇനി ഈ വിക്റ്റിമായിട്ട് ജീവിക്കുന്ന ഇവരെ ഒരാൾ മാറ്റിക്കളഞ്ഞാൽ അവർ അടുത്ത ആളെ കണ്ടുപിടിക്കും. അതായത് ഇവർ വിക്റ്റിമാണെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ എനർജി ഊറ്റിക്കുടിച്ച് ഇവർ കുറച്ച് നാൾ ജീവിക്കും. അങ്ങനെ ഓരോ വ്യക്തിയിൽ നിന്നും ഇവർ മാറി 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 പൊയ്ക്കൊണ്ടിരിക്കും. ഇവരിൽ നിന്നും മാറിപ്പോകുന്നവർ രക്ഷപ്പെടും. എന്നാൽ ഇവരെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന അവരിൽ പെട്ടുപോയിട്ടുള്ള ആൾക്കാരെ ഊറ്റിക്കുടിച്ച് ചണ്ടിയായിട്ട് നമ്മൾ തന്നെ ഇല്ലാതായി പോകും.